യെസ്, ഇപ്പോൾ ദൃശ്യങ്ങളിൽ മലയാളത്തിന്റെ പ്രിയ താരം മമ്മൂട്ടിയെ കാണാം. മമ്മൂട്ടി വീണ്ടും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് തിരികെ എത്തുകയാണ്. ഹൈദരാബാദിലേക്കുള്ള യാത്രക്കിടെയാണ് ഇപ്പോൾ മമ്മൂട്ടി ചെന്നൈ വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പാട്രിയറ്റ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഹൈദരാബാദിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ മമ്മൂട്ടി. ഒരു വലിയ തിരിച്ചുവരവിന് ശേഷം ഇതാദ്യമായാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ മമ്മൂട്ടി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. റഹീസ്, സന്തോഷം നൽകുന്ന ദൃശ്യങ്ങളാണ്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി സജീവമായി സിനിമയിലേക്ക് മടങ്ങിയെത്തുന്നു. ഹൈദരാബാദിലേക്കുള്ള യാത്രക്കിടെ ഇപ്പോൾ ചെന്നൈ എയർപോർട്ടിൽ മമ്മൂട്ടി എത്തിയിട്ടുണ്ട്. വിവരങ്ങൾ പറയൂ. വളരെ സന്തോഷം, വളരെ ആവേശം, വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലാണ് ഇപ്പോൾ മമ്മൂട്ടി ആരാധകർക്കും സിനിമ ആരാധകർക്കും മലയാളികൾക്കും ഒക്കെ ഉള്ളത്. കാരണം നീണ്ട ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി വീണ്ടും സജീവമാകുന്നു. നാളെ മുതൽ ഹൈദരാബാദിൽ അദ്ദേഹം പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിനായി എത്തും എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം എപ്പോഴാണ് ഹൈദരാബാദിലേക്ക് തിരിക്കുക എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു. അപ്പോൾ അല്പസമയം മുൻപാണ് ചെന്നൈ എയർപോർട്ടിലേക്ക് മമ്മൂട്ടി എത്തുന്നത്. മമ്മൂട്ടി തന്റെ കാർ ഓടിച്ചുകൊണ്ടാണ് ചെന്നൈ എയർപോർട്ടിലേക്ക് വരുന്നത്. അത് മമ്മൂട്ടി ഒരു ഡ്രൈവിങ്ങിനോട് അത്ര ക്രേസ് ഉള്ള വാഹനങ്ങളോട് അത്രയും ക്രേസ് ഉള്ള ഒരു നടൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം തന്റെ ആരോഗ്യസ്ഥിതിയിൽ എന്തെങ്കിലും ആശങ്ക, ഇനിയും എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കയുള്ളവർക്ക് മറുപടി കൂടി നൽകി അദ്ദേഹം കാർ ഓടിച്ചുകൊണ്ട് തന്നെ എയർപോർട്ടിലേക്ക് എത്തുകയായിരുന്നു. അദ്ദേഹം 5:45 വിമാനത്തിലാകും പോവുക. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ എയർപോർട്ടിലേക്ക് വന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാൻ നിന്നില്ല, അകത്തേക്ക് കയറിപ്പോയി. പക്ഷേ ഉന്മേഷവാനായ മമ്മൂട്ടിയെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അദ്ദേഹം കാർ ഓടിച്ചുകൊണ്ട് വന്ന് എയർപോർട്ടിനകത്തേക്ക് കയറി പോയിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറിയതിനെ തുടർന്നാണ് മമ്മൂട്ടി വീണ്ടും സിനിമയിൽ സജീവമായി എത്തുന്നത്. നേരത്തെ തന്നെ നിർമ്മാതാവ് ആൻഡോ ജോസഫ് ഈ സിനിമാ പ്രേമികൾക്ക് ഈ ഒരു വലിയ സന്തോഷ വിവരം നൽകിയിരുന്നു. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നാളെ ഒക്ടോബർ 1 മമ്മൂട്ടി ക്യാമറയ്ക്ക് മുന്നിൽ എത്തും എന്നുള്ള വിവരം അദ്ദേഹം അറിയിച്ചിരുന്നു. ചിത്രത്തിന്റെ ഷൂട്ട് ഹൈദരാബാദിൽ വെച്ചാണ്. അപ്പോൾ പാട്രിയോട്ട് എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിന് വേണ്ടിയിട്ടാണ് മമ്മൂക്ക ഇപ്പോൾ ഹൈദരാബാദിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്രയും നാൾ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉണ്ടായിരുന്നവർക്ക് അവർ വലിയ രീതിയിൽ കാത്തിരിക്കുകയായിരുന്നു. നമ്മളത് ഇത്ര നാളായിട്ട് മമ്മൂക്ക ഇങ്ങനെ ലൊക്കേഷനുകളിൽ കണ്ട്, ലൊക്കേഷൻ സ്റ്റില്ലുകളൊക്കെ കണ്ട് അദ്ദേഹം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടുന്ന ഓരോ പോസ്റ്റുകളും നമ്മളിങ്ങനെ കൊതിച്ച് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ മമ്മൂക്കയെ കാണാതായിട്ട് കുറെ നാളുകളായി ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു. ദീർഘനാളായി ചെന്നൈയിൽ ചികിത്സയിലായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം അതൊക്കെ തരണം ചെയ്ത് ദ കിങ് ഈസ് ബാക്ക് എന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് മമ്മൂക്ക തിരിച്ചെത്തിയിരുന്നു. അതിന് പിന്നാലെ ഉയർന്ന ചോദ്യം, എപ്പോൾ ഇനി ഷൂട്ട് എപ്പോഴാണ്? മമ്മൂക്കയെ അദ്ദേഹത്തിന്റെ ആ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ ഇനി എപ്പോൾ കാണാൻ കഴിയും? അതിന് നാളെ എന്തായാലും ആ ഒരു കാത്തിരിപ്പിന് കൂടി അവസാനം വിടുകയാണ്. അതിനൊക്കെ അപ്പുറം മമ്മൂക്കയെ പൊതുവേദിയിൽ അല്ലെങ്കിൽ പുറത്ത് നമുക്കൊക്കെ ഒന്ന് കാണാൻ കഴിയുന്ന രീതിയിലേക്ക് മമ്മൂക്ക വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത് ഇന്നാണ്, ഇപ്പോഴാണ്. അല്പസമയം മുൻപ് മാത്രം ചെന്നൈയിലേക്ക് അദ്ദേഹം കാർ ഓടിച്ചു വരുമ്പോൾ ആ കാർ അങ്ങനെ വരുമ്പോൾ തന്നെ ഉണ്ടാകുന്നൊരു സന്തോഷം, ആവേശം, അതൊരു വല്ലാത്ത ത്രില്ലാണ്, വല്ലാത്ത കിക്കാണ്. മമ്മൂക്ക വീണ്ടും സജീവമാകുന്നു, വീണ്ടും തിരിച്ചെത്തുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മാത്രം ഒരു സ്പേസ്, അദ്ദേഹത്തിന്റെ മാത്രം ഒരു ഇടം എന്ന രീതിയിലാണ് അദ്ദേഹം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ അസുഖം ബാധിതനായത് മുതൽ ഉണ്ടായിരുന്നത്. ആർക്കും അങ്ങനെ കാണാൻ കഴിയില്ലായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.